പാലാ നഗരസഭയിലെ CPM-ൻ്റെ പാർലമെൻ്ററി പാർട്ടി നേതാവും പാർട്ടി അംഗവുമായ ബിനു പുളിക്കക്കണ്ടത്തെ ഇന്നിപ്പോൾ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ട്. രാജ്യസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് CPIM-ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും എടുത്ത തീരുമാനത്തിൽ നിന്നും വ്യത്യസ്തമായി അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഇന്ന് മാധ്യമങ്ങൾക്ക് മുമ്പാകെ വന്നു. അത് ഗുരുതരമായ അച്ചടക്ക ലംഘനമായും പാർട്ടി വിരുദ്ധ പ്രവർത്തനമായും പാർട്ടി കാണുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ പാർട്ടിയുടെ അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ കുറേ നാളുകളായി ഇത്തരത്തിലുള്ള ഒരു അസ്വാരസ്യം അല്ലെങ്കിൽ മുന്നണിയെ പ്രതിസന്ധിയിലാക്കുന്ന ചില നടപടികൾ അവിടുന്ന് പാലായിൽ നിന്ന് വന്നിട്ടുണ്ട്, ഇദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടെന്നുള്ളൊരു വിലയിരുത്തലുണ്ടോ? അല്ല, അതൊക്കെ ഞങ്ങൾ അതാത് സമയങ്ങളിൽ ചർച്ച ചെയ്ത് അത് അവസാനിപ്പിച്ചിട്ടുള്ള വിഷയമാണ്. ഇപ്പോൾ ഉണ്ടായ നടപടി അതുമായി ഒന്നും ബന്ധപ്പെട്ടതോ അതിൻ്റെ കണ്ടിന്യൂവേഷനോ ഒന്നുമല്ല. ഇത് CPM-ൻ്റെ സംഘടനാപരമായ ഒരു അച്ചടക്കവും അതിൻ്റെ പ്രത്യേകതയും സംഘടനാ രൂപമല്ല ഉണ്ട്. അതിനെതിരെ വെല്ലുവിളി ഉയർത്തുന്ന, അതിനെതിരെ നിലകൊള്ളുന്ന ഒരു പ്രവണതയും ഞങ്ങൾ അംഗീകരിച്ചു പോയില്ല. ഇത് കർശനമായി തന്നെ നേരിടും. സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു ചോദ്യമാണ്, കേരള കോൺഗ്രസിന്റെ സമ്മർദ്ദം കൊണ്ടാണോ ഇത്തരത്തിലുള്ള? ഇല്ല, കേരള കോൺഗ്രസ് ആരും ഇതൊക്കെ ഞങ്ങളുടെ ഒരു CPM-ന് സ്വതന്ത്രമായിട്ടുള്ള ഒരു സംഘടനാ സംവിധാനവും അതിൻ്റെ പ്രത്യേകതയും അച്ചടക്കത്തിൻ്റെ കാര്യവുമെല്ലാം ഉണ്ട്. അത് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കണം. അത് എത്ര ഉന്നതനായ നേതാവാണെങ്കിലും CPM-ൻ്റെ നയത്തിൻ്റെയും CPM-ൻ്റെ തീരുമാനങ്ങൾക്കും വിധേയമായിട്ട് പ്രവർത്തിക്കാനാവും. അത് മാത്രമേ ഉള്ളൂ. ഇതൊന്നുമായിട്ടൊരു ബന്ധമില്ല. അതൊന്നും ഇതായിട്ടൊരു ബന്ധമില്ല. അതൊന്നും ഞങ്ങൾ പരിഗണിക്കുന്നുമില്ല. അതൊക്കെ കുറേ കാലങ്ങളായി അവിടെ LDF കൗൺസിലർമാരുടെ ഇടയിൽ തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളുമുണ്ട്. അതൊരു മോശമായ സ്ഥിതിയിലേക്ക് രൂക്ഷമായി വരുമ്പോൾ ഞങ്ങൾ ഇടപെട്ടിട്ട് അത് ചർച്ച ചെയ്ത് പരിഹരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ഇന്നത്തെ നിങ്ങളൊക്കെ ആയിട്ട് തന്നെയല്ലേ അതോ പാലായിലുള്ളവരാണോ? മാധ്യമ പ്രവർത്തകരുമായിട്ട് അദ്ദേഹം നടത്തിയ അഭിമുഖം അത് പാർട്ടിയുടെ അച്ചടക്കത്തിന് ചേർന്നതല്ല, അച്ചടക്ക ലംഘനമാണ്. അതുകൊണ്ട് ഈ വർഷങ്ങൾക്ക് ശേഷമാണ്, പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് പാലാ നഗരസഭയിൽ ഭരിക്കാൻ അല്ലെങ്കിൽ LDF-ന് CPM-ന് ഇത്തരത്തിലുള്ള ഒരു മേൽക്കൈ വരുന്നത്. അങ്ങനെ വരുമ്പോൾ ആ ഒരു ഏക അംഗത്തെ പുറത്താക്കുന്ന ഒരു അല്ല, ഏക അംഗം അല്ലല്ലോ. ഞങ്ങൾക്ക് 5 പേരുണ്ടല്ലോ, 6 പേരുണ്ടല്ലോ, 6 പേരുണ്ട് CPM-ന്. അതൊക്കെ ഇപ്പം എല്ലാവരും പാർട്ടി മെമ്പർമാരാണ്. അന്ന് മത്സരിക്കുന്ന സമയത്ത് പലരും സ്വതന്ത്രരായിട്ട് വന്നവരാണ്. ഇപ്പോൾ എല്ലാവരും പാർട്ടി മെമ്പർമാരാണ്. ഇപ്പോൾ ചെയർപേഴ്സൺ ആയതും പാർട്ടി മെമ്പറായിരുന്ന ബിനു, ജോസൻ ബിനു ഒരു പാർട്ടി മെമ്പറാണ്. വൈസ് ചെയർമാനായിരുന്നത് ഏറെക്കാലമായി പാർട്ടിയിലുണ്ടായിരുന്ന പ്രവർത്തകയാണ്. ഈ ഒരാൾ മാത്രമല്ല, ഇവരെല്ലാം സ്വതന്ത്രരായിട്ടാണ് മത്സരിച്ചത്. പിന്നീട് പാർട്ടിയായിട്ടുണ്ട്. അങ്ങനെയാണ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വനിതകളെല്ലാം വരുന്നവർക്കെല്ലാം ആദ്യം പാർട്ടി ചിഹ്നമൊന്നും കൊടുക്കാറില്ല. പിന്നീട് അവർ പാർട്ടി പ്രവർത്തിച്ച് കഴിയുമ്പോഴാണ് മെമ്പർഷിപ്പ് കൊടുക്കുന്നത്. അവിടെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇവർ തമ്മിലുള്ള തർക്കങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും, അതെല്ലാം ഞങ്ങൾ സംഘടനാപരമായി പരിശോധിച്ച് പരിഹാരം കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് ഞങ്ങൾ അത്തരം പരാതികൾ വരുകയാണെങ്കിൽ ഉടനെ നടപടിയെടുത്ത് പുറത്താക്കുകയില്ല. അത് പരിശോധിച്ച് അതിന് മെറിറ്റ് നോക്കി അതിന് ശരിയും തെറ്റും എന്താണെന്ന് മനസ്സിലാക്കി ശരിയുടെ ഭാഗത്ത് ഇതാണ് പാർട്ടിയുടെ നയം എന്ന് പറഞ്ഞു കൊടുക്കുക. അത് എല്ലാവരും അംഗീകരിച്ചു. അങ്ങനെ പോവുകയായിരുന്നു. പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും ഈ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് തെറ്റുകളുണ്ടായപ്പോൾ അത് തിരുത്തി അദ്ദേഹം ശരിയായ രീതിയിലുള്ള പാർട്ടിക്കാരനായി മാറുക എന്നുള്ള അവസരമാണ് കൊടുത്തിരുന്നത്. അതെ, അദ്ദേഹം മാത്രമല്ല, അവിടെ പല പ്രശ്നങ്ങളും CPM-ൻ്റെ അംഗങ്ങൾ തമ്മിലും ഉണ്ടായിരുന്നു, കേരള കോൺഗ്രസിൻ്റെ പ്രതിനിധികളും തമ്മിലുണ്ടായിരുന്നു. സൗവ്യൻ വാസവനും ഞാനും അതുപോലെ തന്നെ കേരള കോൺഗ്രസിൻ്റെ അവിടുത്തെ നേതാക്കന്മാർ, ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കന്മാരും കൂടിയിരുന്ന്, CPI-യുടെ നേതാക്കന്മാരും എല്ലാം കൂടിയിരുന്ന് അവർക്കും ഒരു കൗൺസിലറുണ്ട്. ഇരുന്ന് ഞങ്ങൾ ഓരോ വിഷയവും ഞങ്ങൾ വളരെ ഗൗരവമായി പ്രാധാന്യത്തിനോട് ചർച്ച ചെയ്ത് അതെല്ലാം സുഗമമായി പോകുന്നതിനാവശ്യമായ തീരുമാനങ്ങൾ ഒരു 1.5 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എടുത്തിരുന്നതാണ്. ഈ 1.5 വർഷം മുമ്പ് അദ്ദേഹത്തെ ചെയർമാൻ ആക്കാതിരിക്കാൻ ശ്രമിച്ചത് കേരള കോൺഗ്രസ് ആണെന്നും അതിന്റെ ഭാഗമായിട്ടാണ്? ഇല്ല, അതുമായിട്ടൊന്നും ബന്ധമില്ല. അതിന് അദ്ദേഹം ചെയർമാൻ ആകുമെന്ന് ആരും പറഞ്ഞിട്ടൊന്നും ഇല്ലായിരുന്നല്ലോ. CPM-ന് ഒരു ടൈം ഉണ്ടായിരുന്നു. ആരാണ് തീരുമാനിക്കേണ്ടത്? CPM-അല്ലേ, അല്ലാതെ ബിനു പുളിക്കക്കണ്ടമാണെന്ന് എഴുതിയെങ്ങും വെച്ചിട്ടൊന്നുമില്ല. അല്ല, അന്ന് പൊതുവായിട്ടുള്ള ഐക്യവും ഇടതുപക്ഷമുണ്ട് കെട്ടുറപ്പിനെയും നിലനിർത്തുന്നതിന് വേണ്ടി ഞങ്ങളൊരു തീരുമാനം എടുത്തതാണ്.